അക്വേറിയങ്ങൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. പക്ഷെ പലരും അത് വീട്ടിൽ ചെയ്യാൻ പഠിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ഒരു അറിവില്ലായ്മയും അതുപോലെ അത് വളരെ ഭംഗിയായിട്ട് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു പരിജ്ഞാനത്തിൻ്റെ ഒരു കുറവും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വളരെ ഭംഗിയിലുള്ള വളരെ വിലക്കുറവിൽ ഫുൾ സെറ്റായിട്ട് അക്വേറിയങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ വേറെ എവിടെ വിലക്കുറവിൽ കിട്ടുന്നതിനേക്കാളും ഫുൾ സെറ്റ് അക്വേറിയം നിങ്ങൾക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ കുറച്ച് ഫുൾ സെറ്റ് അക്വേറിയങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ. ഇത് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന അത്യാവശ്യം വലിയൊരു ഫുൾ സെറ്റ് അക്വേറിയം ഇങ്ങനെ തന്നെ കൊടുക്കാനുള്ളതാണ്. സാൻഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം ചെടികളുണ്ട്. 2700 വില വരുന്നത്. മീനുകളാണെങ്കിൽ ഏഞ്ചലുണ്ട്, വിഡോട്ടട്രാസ് ഉണ്ട്, സീബ്രാസ് ഉണ്ട്. അതുപോലെ ഈ ഫിൽറ്റർ കണ്ടോ, ഹാങ് ഓൺ എക്സ്റ്റേണൽ ഫിൽറ്ററാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അക്വേറിയത്തിൻ്റെ സൈസിന് പറ്റിയ ഒരു ലൈറ്റും വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചെടികളുണ്ട്. ഡ്രിഫ്റ്റ് വുഡിൽ തന്നെ ചെടി പിടിപ്പിച്ചിട്ടുണ്ട്. റോക്ക് ഉണ്ട്, സാൻഡ് അത്യാവശ്യം കനത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. 2700 എന്തുകൊണ്ടും വെറുത്താണ്. അതിൻ്റെ സൈസ് ഏകദേശം മനസ്സിലാകാനാണ് ഞാനിപ്പോൾ കൈവച്ച് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും 2700 വെറുത്താണ്. സാൻഡും അത്യാവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ഫൈറ്റേഴ്സിനെ വെച്ചിട്ടുണ്ട്. ബേറ്റ ഫിഷ് അതെല്ലാത്തിനും 90 രൂപ. അപ്പോൾ മീനുകളെല്ലാം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വീഡിയോ തീരില്ല. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അക്വേറിയം സെറ്റ് ഫുൾ സെറ്റ് ആയിട്ടുള്ള അക്വേറിയം മാത്രമാണ്. ഇതൊരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. സബ്മേഴ്സബിൾ ഇന്റേണൽ ഫിൽറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതും ഇതുപോലത്തെ പൈപ്പ് സെറ്റിങ്സ് കാര്യങ്ങളും ഉണ്ട്. അതിനും അത്യാവശ്യം നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അക്വേറിയത്തിൻ്റെ അകത്താണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെടികളും വിഡോട്ടട്രാസ് അതുപോലെ സീബ്രാസ് സാൻഡും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. റോക്ക് ഉണ്ട്. ഇതെല്ലാം പിന്നെ എഡ്ജ് കണ്ടോ, കർവ്ഡ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2200 എന്തുകൊണ്ട് വർത്താണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ട സാധനം ഗ്ലാസ് ഒട്ടിച്ച ടൈപ്പായിരുന്നു. ഇത് കർവ്ഡ് ഗ്ലാസ് ആണ്. കർവ്ഡ് ഗ്ലാസിന് അതിൻ്റെതായ വിലയുണ്ട്. അപ്പോൾ 2200 എന്തുകൊണ്ടും വർത്താണ്. സൈസ് കണ്ടോ, നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ അത്ര സൈസ് ഉണ്ട്. 1500 ഒരു ചെറിയൊരു സെറ്റാണ് ഈ കാണുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ഹാങ് ഓൺ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം സൈസിൽ അപ്പുറത്തൊരു അക്വേറിയം ഇരിക്കുന്നുണ്ട് കേട്ടോ. രണ്ടും 1500 ആണ്. ഓരോന്നിനും 1500 ആണ്. അതിൻ്റെ സ്റ്റോണിൻ്റെ കളറും ബാക്ക്ഗ്രൗണ്ടും മാറിക്കഴിഞ്ഞപ്പോൾ അക്വേറിയത്തിൻ്റെ ലുക്ക് മാറിയതുണ്ടോ. രണ്ട് ലുക്കിലുള്ള സാധനങ്ങളായി. രണ്ടും ഒരേപോലെ തന്നെയാണ്. ഒരേപോലത്തെ ഫിൽറ്റർ, ഒരേപോലത്തെ ലൈറ്റ് കാര്യങ്ങൾ. പ്ലാന്റ്സിലും റോക്കുകളും സാൻഡൊക്കെയാണ് കുറച്ച് വ്യത്യാസമുള്ളത്. ഫിഷും ഏകദേശം ഒരുപോലത്തെ തന്നെയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടും വലിയ കുഴപ്പമില്ല. 1500 എന്തുകൊണ്ടും വെറുത്തായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഇത് ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കണമല്ല, കടയിൽ വെച്ചിരിക്കുന്ന ഒരു മോഡലാണ്, ജസ്റ്റ് കാണിച്ചാണ്. അതുപോലെ 500 രൂപക്കുള്ളൊരു ബൗളാണ് ഈ കാണുന്നത് കേട്ടോ. ഫൈറ്ററാണ്, ബേറ്റ ഫിഷാണ് ഇട്ടിരിക്കുന്നത്. ചെടിയുണ്ട്, സാൻഡ്സ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. എല്ലാം കൂടി 500 രൂപക്ക് എന്തുകൊണ്ടും കുഴപ്പമില്ല. ഇതൊരു 400 രൂപയുടെ ഒരു ബൗളാണ്. ഇതൊരു പ്രത്യേക ഷേപ്പിലുള്ളതാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ഒരു വൈൻ ഗ്ലാസിൻ്റെ ഒക്കെ മോഡലിൽ പറയാം. അത്യാവശ്യം മൗത്ത് കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ എയറേഷന് കുഴപ്പമുണ്ടാവില്ല. ഇത് 700 രൂപയുടെ ഒരു സെറ്റാണ്. റെഡ് ലോബ്സ്റ്ററാണ് അതിൻ്റെ അകത്തിട്ടിരിക്കുന്നത്. അപ്പോൾ റെഡ് ലോബ്സ്റ്ററും സ്റ്റോൺസും അതുപോലെ ആ ലൈറ്റും ആ ടാങ്കും എല്ലാം കൂടി 700 രൂപക്ക് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു റൗണ്ട് ഷേപ്പിലുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. അത് വെറൈറ്റി ആയിട്ടുണ്ട്. ഏതായാലും 700 രൂപക്ക് വെറുത്താണ്. അതുപോലെ നമ്മൾ അടുത്തൊന്ന് കാണുന്നത് 2400 രൂപയുടെ ഒരു സാധനമാണ് കേട്ടോ. അതിനകത്ത് ഇൻറ്റേർണൽ ഫിൽറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചെടികളുണ്ട്. നല്ല 2 റോക്ക് വലുത് കൊടുത്തിട്ടുണ്ട്. ഫിൽറ്ററിൻ്റെ കൂടെ തന്നെ പൈപ്പ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലൈറ്റ് കണ്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ചെടികളും ഈ വിഡോട്ടട്രാസും ഏഞ്ചലും അതുപോലെ സ്റ്റോൺസും ഉണ്ട്, അതുപോലെ റോക്കും ഉണ്ട്. എല്ലാം കൂടി ഇവർക്ക് വലിയ പ്രശ്നമില്ല. എനിക്ക് അത്യാവശ്യം വെറുത്തായിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ. സൈസ് ഉണ്ടോ, എൻ്റെ കൈ വെച്ച് നോക്കുമ്പോൾ സൈസ് ഇത്ര ഉണ്ട് ഏകദേശം. നമുക്ക് ടേപ്പും കൊണ്ടുപോയി നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കൈ വെച്ച് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, വെയിൽ ടെയിൽ ടൈഗേഴ്സാണ്. അത് വെയിൽ ടെയിൽ ആയതുകൊണ്ട് തന്നെ അതിന് നീളം കൂടി പാലൊക്കെ കൊണ്ട് തന്നെ വില കൂടുതലാണ് കുറച്ച്. 2 എണ്ണത്തിന് 80 രൂപയും 10 എണ്ണത്തിന് 350 രൂപയും. അപ്പോൾ അതായത് ഒരെണ്ണത്തിന് 35 രൂപ വരുന്നുള്ളൂ, കുഴപ്പമില്ല. ഇത് മറ്റൊരു അക്വേറിയമാണ് 2500 രൂപ. മറ്റേത് 2400, ഇത് 2500. 100 രൂപ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ അതനുസരിച്ച് ലുക്ക് വൈസ് എല്ലാം അടിപൊളിയാണ് കണ്ടോ. ഫിൽറ്ററൊക്കെ സെയിം ആണ്, മറ്റേ കണ്ട പോലെ തന്നെ ഇൻറ്റേർണൽ ഫിൽറ്റർ. അത് കുറച്ച് സൈസ് വ്യത്യാസമുണ്ട്, കുറച്ച് വലുതാണ്. ചെടികൾ കുറച്ച് കൂടുതലുണ്ട്, റോക്കുണ്ട്, സാൻഡ് ഉണ്ട്. കണ്ടോ, കൈ വെക്കുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതൽ തോന്നുന്നുണ്ട് മറ്റേതിനെ അപേക്ഷിച്ച്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ എല്ലാത്തിൻ്റെ ലുക്ക് വളരെ വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഇതാണ് ഈ കടയുടെ മൊത്തം സെറ്റപ്പ്. അക്വേറിയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഈ കടയിൽ വരാവുന്നതാണ്. എന്തും ഇവിടെ മേടിക്കാൻ കിട്ടും അക്വേറിയമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമുക്ക് കുറച്ച് മീനുകളുടെ വിലയും കൂടി നോക്കാം കേട്ടോ. കണ്ടോ, കടലേട് വിഡോട്ടട്ര 2 എണ്ണത്തിന് 30 രൂപയും 10 എണ്ണത്തിന് 120 രൂപ. അതായത് 10 എണ്ണം മേടിക്കണമെങ്കിൽ ഒരെണ്ണത്തിന് 12 രൂപ കിട്ടും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മീൻ മേടിക്കാൻ വന്നാൽ നമുക്ക് തന്നെ വല ഉപയോഗിച്ച് നമുക്ക് വേണ്ട മീനുകൾ നമുക്ക് തന്നെ പിടിച്ചെടുക്കാം. വിലയും കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആരോടും പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തന്നെ എടുക്കാം. ഇത് റെഡ് ക്യാപ്പ് ഗോൾഡ് ഫിഷാണ്. അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സംഭവം തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള പീസ് തന്നെയാണ് കേട്ടോ. കണ്ടോ, നല്ല റെഡ് കയറി വന്നിട്ടുണ്ട് തലയൊക്കെ. അത്യാവശ്യം സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫിംഗർ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഏകദേശം ഫിംഗർ ലെവലിനേക്കാളും ഫിംഗർ ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടി ഉണ്ടെന്ന് പറയാം. വില വരുന്നത് 2 എണ്ണത്തിന് 250 രൂപയും 10 എണ്ണത്തിന് 1100 രൂപ. അതായത് ഒരെണ്ണത്തിന് 110 രൂപ വരുന്നുള്ളൂ. ഇത് വെയിൽ ടെയിലായിട്ടുള്ള ഗോൾഡ് ഫിഷാണ്. അത് ചിറകൊക്കെ വാലൊക്കെ കുറച്ച് ലെങ്ത്ത് കൂടിയ ടൈപ്പാണ്. 2 എണ്ണത്തിന് 150 രൂപയും 10 എണ്ണത്തിന് 600 രൂപ. അതായത് ഒരെണ്ണത്തിന് 60 രൂപ വെച്ച് കിട്ടും. സൈസ് ഉണ്ടോ, വിരൽ വെക്കുമ്പോൾ നമ്മുടെ വിരലിനേക്കാൾ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. ചിലതിൻ്റെയൊക്കെ ടൈൽ ഉണ്ടോ, നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ. പിന്നെ അത് വൈറ്റ് കോൺവിക്റ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് 120 രൂപയ്ക്ക് 2 എണ്ണം.
10 എണ്ണത്തിന് 500 രൂപ. അതൊക്കെ നമ്മൾ അധികം കടകളിൽ കാണാത്തതാണ്. ഫ്ലവർ ഹോണൊക്കെ ഒരെണ്ണത്തിന് 300 രൂപ. ഇത് നമ്മുടെ റെഡ് ടൈഗർ, ഗ്രീൻ ടൈഗർ, ബ്ലൂ ടൈഗർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ സൈസ് ചെറുതാണല്ലോ, ഞാൻ ക്യാമറ അടുപ്പിക്കുമ്പോൾ തോന്നണതാണ്. 2 എണ്ണത്തിന് 50, 10 എണ്ണത്തിന് 200 രൂപ. ഇത് നമ്മൾ കുറച്ചധികം വീട്ടിലേക്ക് മേടിച്ചായിരുന്നു. പിന്നെ നമ്മുടെ മോളീസ്, മിക്സഡ് മോളീസാണ്. വൈറ്റ്, ബ്ലാക്ക്, ഓറഞ്ച് മോളി എല്ലാം കൂടി മിക്സ് ചെയ്താണ്. 2 എണ്ണത്തിന് 15 രൂപ, 10 എണ്ണത്തിന് 55 രൂപ. അതായത് ഒരെണ്ണത്തിന് 5 രൂപ വരുന്നുള്ളൂ. ഇത് സോട്ട് ടൈലി, റെഡ് സോട്ട് ടൈലി, 2 എണ്ണത്തിന് 50, 10 എണ്ണത്തിന് 200. അപ്പോൾ ഈ ഷോപ്പിൽ എല്ലാ മീനുകളും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഈ അടുത്ത കാലത്തൊന്നും തീരൂല. വളരെ കുറച്ച് മീനുകൾ വളരെ പെട്ടെന്നൊന്ന് കാണിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം സൗത്ത് ഓവർ ബ്രിഡ്ജിനോട് ചേർന്ന് തന്നെയാണ്. ട്രോപ്പിക്കൽ അക്വേറിയം എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ അക്വേറിയം നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. നമ്മുടെ അക്വേറിയം വീഡിയോകളോട് കണ്ടേക്കുക.